Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of the continuation of previous class, that is listing procedure. നമ്മൾ ലിസ്റ്റിംഗ് പ്രൊസീജിയറിൻ്റെ കുറച്ച് ഭാഗം ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ക്രൈറ്റീരിയ, ലിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ, അവർക്ക് വേണ്ട ക്രൈറ്റീരിയ, ഒരു കമ്പനിക്ക് വേണ്ട ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഒബ്ലിഗേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അങ്ങനെ കുറേശ്ശെ നമ്മളിങ്ങനെ പഠിച്ചു പോവുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് അതിൻ്റെ കണ്ടിന്യൂഷനും കൂടി ഉണ്ടാവും. അങ്ങനെ ഫുള്ളായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ലിഗേഷനാണ്. ഒബ്ലിഗേഷന് എന്തിനുള്ള ഒബ്ലിഗേഷനാണ്? ഒരു കമ്പനി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതിന് പെർഫോം ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ്, അവർക്ക് വേണ്ട ഒബ്ലിഗേഷൻസ് ആണ്. എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട്? അവർ ആദ്യം തന്നെ ഫീ അടയ്ക്കണം, അല്ലേ? വെറുതെ പോയിട്ട് അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ആനുവൽ ചാർജ് ഉണ്ടാവും. അതാണ് ആദ്യത്തെ പോയിന്റ്, ആനുവൽ ലിസ്റ്റിംഗ് ഫീ. ഈ ആനുവൽ ലിസ്റ്റിംഗ് ഫീ കൊടുക്കേണ്ടത് എന്തിൻ്റെ ബേസിലാണ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ അവർ പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. ഒരു കമ്പനിക്ക് എത്ര ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ മുകളിൽ. അത് എപ്പോഴാണ്, ഏത് വരെയുള്ളതാണ് നോക്കുക? അവരുടെ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൽ 30th ഏപ്രിലാണ്. എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 31st മാർച്ചാണ്. പക്ഷേ ഇവിടെ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇവർ 30th ഏപ്രിലായിട്ടാണ് ഇവർ കണക്ക് കൂട്ടിയുള്ളത്. 30th ഏപ്രിൽ ഓഫ് ദി ഈച്ച് ഫിനാൻഷ്യൽ ഇയറിൻ്റെ 30th ഏപ്രിലിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേയോ ഉള്ള, അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ 30th ഏപ്രിൽ അന്നത്തെ ഡേറ്റിൽ തന്നെ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ മുകളിലാണ് അവർക്ക് ആനുവൽ ലിസ്റ്റിംഗ് ഫീ ഈടാക്കുന്നത്. ദെൻ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡിഫറെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ആ ഡിഫറെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണുള്ളത്, ലിസ്റ്റിംഗ് ഫീ ആണ് ഈടാക്കുന്നത്. പിന്നെ പറയാനുള്ളത് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ 50%, റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈടാക്കുന്ന ആനുവൽ ഫീസിൻ്റെ 50% ആണ് മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കുക. അതാണ് അവിടെ പറയുന്നത്. കമ്പനി ഈസ് റിക്വയർഡ് ടു പേ ഓൺലി 50% ഓഫ് ദ ഫീ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ഷെഡ്യൂൾസ് ഓഫ് ഈച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് ഷെഡ്യൂൾ ഓഫ് ഈച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്രയാണോ ഈടാക്കുന്നത് അതിൻ്റെ 50% മാത്രമേ എന്ത് കൊടുത്താൽ മതി, മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആനുവൽ ഫീ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ആനുവൽ ഫീസിനെ കുറിച്ച് പറഞ്ഞു. അതാണ് അവരുടെ ഒന്നാമത്തെ ഒബ്ലിഗേഷൻ. രണ്ടാമത്തെ ഒബ്ലിഗേഷൻസ് നോട്ടീസ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിനുള്ള നോട്ടീസ് കൊടുക്കണം. എന്തിനാണ് ബോർഡ് മീറ്റിംഗ് നടത്തുന്നത്? ബോർഡ് മീറ്റിങ്ങിൽ എന്തൊക്കെ ഒരു അജണ്ട ഉണ്ടാവും. എന്താ, ദ കമ്പനി ഷുഡ് ഗീവ് ഡീറ്റെയിൽസ് ആൻഡ് അജണ്ട ഓഫ് എനി ബോർഡ് മീറ്റിംഗ്. അപ്പോൾ അതിന് എന്തുണ്ടാവും, ഒരു അജണ്ട ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിലെന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ആ അജണ്ടയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ, അജണ്ടയിൽ ക്വാർട്ടർലി റിസൾട്ട് ഉണ്ടാവും, ഫിനാൻഷ്യൽ റിസൾട്ട്സ്, പിന്നെ ഇയർലി റിസൾട്ട്സ് ഉണ്ടാവും, ഡിവിഡൻറ്റിൻ്റെ ഇൻ്ററിംഗ് ഡിവിഡൻറ്റ് ഉണ്ടാവും, റൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതേപോലെ ബോണസ് ഇഷ്യൂ ഉണ്ടാവും, അമാൽഗമേഷന്, മെർജേഴ്സ്, കൺസോൾട്ടേഷന്, subdivision, subdivision of securities or any such matters which are price sensitive and have an effect on the market price must be informed at least 7 days prior to the date of the board meeting. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഫോംഡ് അറ്റ് ലീസ്റ്റ് 7 days ബിഫോർ ടു ദി ഡേറ്റ് ഓഫ് ദി ബോർഡ് മീറ്റിംഗ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇതിൽ പറഞ്ഞ നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ് എന്നാണ് നമ്മളുടെ ഈ പോയിന്റിൻ്റെ ഹെഡിങ്. നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 7 days ബിഫോർ ദി ഡേറ്റ് ഓഫ് ബോർഡ് മീറ്റിംഗ്. അപ്പോൾ നമ്മൾ 7 ദിവസം മുന്നേ ആണ് ഇവിടെ ബോർഡ് മീറ്റിങ്ങിൻ്റെ ഇൻഫോർമേഷൻ നോട്ടീസ് കൊടുക്കേണ്ടത്.
അപ്പോൾ അതിൽ നമ്മൾ ഈ ബോർഡ് മീറ്റിംഗ് നടത്തി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഡീറ്റെയിൽസ് നമ്മളുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നമ്മൾ അറിയിക്കുകയും വേണം. അതാണ് നെക്സ്റ്റ് പാരയിൽ പറയുന്നത്. ആഫ്റ്റർ കൺവീനിങ് ദ ബോർഡ് മീറ്റിംഗ് ദ കമ്പനി ഈസ് റിക്വയർഡ് ടു ഗീവ് ഡീറ്റെയിൽസ് ഓഫ് ദ മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലോസിംഗ് ഹവേഴ്സ് ഓഫ് ദി trading hours of the stock exchange on which the securities of the companies are traded. അപ്പം നമ്മൾ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ട്രേഡിംഗ് അവർ കഴിഞ്ഞിട്ടുള്ള ക്ലോസിംഗ് അവർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഈ നോട്ടീസ് ഓഫ് ദ ബോർഡ് മീറ്റിങ്ങിൽ എഴുതേണ്ടത്, നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത് ഈ അജണ്ടയെ കുറിച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള നോട്ടീസ് കൊടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 7 days ബിഫോർ ദി ഡേറ്റ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. ആഫ്റ്റർ കൺവീനിങ് ദ ബോർഡ് മീറ്റിംഗ് വി വിൽ ഇൻഫോം ദി ഡീറ്റെയിൽസ് ടു ദി കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് which is the securities of the company are traded. അത്ര മാത്രം എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് പബ്ലിഷ് ക്വാർട്ടർലി റിസൾട്ട്സ്. ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണതിനെ കുറിച്ച് പറയണം. ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നല്ല കെയർ ഉണ്ടാവണം. കാരണം 3 മാസം ആകുമ്പോൾ നമ്മളുടെ അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസൾട്ടുകളാവും. എങ്ങനെയാണ് ഈ ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട്. അതാണ് അറ്റ്മോസ്റ്റ് കെയർ വേണമെന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ അവരനുസരിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ബോർഡ് മീറ്റിങ്ങിൻ്റെ ഇൻറ്റിമേഷൻ വേണം ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അതും 7 days മുന്നേ ആയിട്ട് ഈ ബോർഡ് മീറ്റിങ്ങിൻ്റെ ഇൻറ്റിമേഷൻ മേടിച്ചിരിക്കണം. ഇത് പബ്ലിഷ് ചെയ്യണതിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അപ്രൂവൽ വാങ്ങിക്കുന്നതിൻ്റെ ഈ റിസൾട്ട് അപ്രൂവൽ വാങ്ങിക്കുന്നതിന് 7 ദിവസം മുന്നേ ബോർഡ് മീറ്റിങ്ങിൽ ഇൻറ്റിമേഷൻ കിട്ടിയിരിക്കണം. ഈ ഇൻറ്റിമേഷൻ്റെ പകർപ്പ് അവർ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. അതും അതിന് റീജിയണൽ ലാംഗ്വേജിലും ഉള്ള ന്യൂസ് പേപ്പറിലും അത് പബ്ലിഷ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ ഈ റിസൾട്ട് ഇല്ലേ, ക്വാർട്ടർലി റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻറ്റിമേഷൻ കൊടുക്കണം. അതേപോലെ ഈ ക്വാർട്ടർലി റിസൾട്ട് അവരുടെ നമ്മൾ ഇന്ത്യയിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. അതേപോലെ തന്നെ ആ ന്യൂസ് പേപ്പർ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജസിലുള്ള ഒരു ന്യൂസ് പേപ്പറിലും ഇത് പബ്ലിഷ് ചെയ്യണം. അത് വിത്തിൻ 48 hours ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് ദി ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ് നടന്ന് 48 ഹവേഴ്സിനുള്ളിലായിരിക്കണം ഇത് നടത്തേണ്ടത്. ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു കോപ്പി അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് പറയാനുള്ളത് അപ്രൂവൽ ഓഫ് ദി അൺഓഡിറ്റഡ് ക്വാർട്ടർലി റിസൾട്ട്. അൺഓഡിറ്റഡ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ടിൻ്റെ അപ്രൂവൽ എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ട് ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് അപ്രൂവ് ചെയ്യുന്ന സാധാരണ ക്വാർട്ടർലി റിസൾട്ട് അപ്രൂവ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി അൺഓഡിറ്റഡ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട് അപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബോർഡ് മീറ്റിങ്ങിൽ എന്നുള്ള എന്ത് കിട്ടണം, അപ്രൂവൽ കിട്ടണം. ഈച്ച് കമ്പനി ഈസ് റിക്വയർഡ് ടു അപ്രൂവ് അൺഓഡിറ്റഡ് ക്വാർട്ടർലി റിസൾട്ട്സ് അറ്റ് ദ ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൽ അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. നമ്മൾ ക്വാർട്ടർലി ബോർഡ് മീറ്റിങ്ങിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ് മീറ്റിങ്ങിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അപ്രൂവൽ വാങ്ങിക്കണം വിത്തിൻ 1 month ഓഫ് ദി എക്സ്പയറി ഓഫ് ഈച്ച് ക്വാർട്ടർ. അത് വാങ്ങിക്കേണ്ടത് 1 മാസത്തിനുള്ളിലായിരിക്കണം. വിത്തിൻ 1 month ഓഫ് ദി എക്സ്പയറി, ഓരോ ക്വാർട്ടർ കഴിഞ്ഞും 1 മാസത്തിനുള്ളിൽ. അതായത് നിങ്ങൾക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ വരുന്നതാ ഏപ്രിൽ, മെയ്, ജൂൺ. ജൂണിലാണ് ഫസ്റ്റ് ക്വാർട്ടർ വരിക. അപ്പോൾ ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യണം, ജൂലൈ മാസം എൻഡോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു തീരുമാനമാക്കണം. ക്വാർട്ടർലി ആയിട്ടുള്ള അൺഓഡിറ്റഡ് റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുമെന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ തീരുമാനമാക്കണം. അത് തീരുമാനമാക്കണമെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൽ നിന്ന് അപ്രൂവൽ വാങ്ങിക്കണം.
ഈ ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഫ് ദ കമ്പനി ഇൻറ്റിമേറ്റ്സ് ഇൻ അഡ്വാൻസ് ടു ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ഇൻറ്റിമേഷൻ കൊടുക്കും. ഇറ്റ് വിൽ ബി പബ്ലിഷ് ഓഡിറ്റഡ് റിസൾട്ട്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 months ഫ്രം ദ എൻഡ് ഓഫ് ദി ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അതിപ്പോൾ പബ്ലിഷ്ഡ് ഓഡിറ്റഡ് റിസൾട്ട് ആണെങ്കിൽ, ക്വാർട്ടർലി റിസൾട്ട് ആണ് എങ്കിൽ ഇത് 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ, ലാസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്താൽ മതി, 3 മാസത്തിനുള്ളിൽ മാത്രമേ അത് അപ്രൂവൽ വാങ്ങണ്ടുള്ളൂ. അപ്പം ഇങ്ങനെയാണ്. മറ്റത് അപ്രൂവൽ വാങ്ങിക്കുകയാണെങ്കിൽ അൺഓഡിറ്റഡ് ക്വാർട്ടർലി റിസൾട്ട് ആണെങ്കിൽ അപ്രൂവൽ വാങ്ങിക്കേണ്ടത് വിത്തിൻ 1 monthിനുള്ളിലും, ഓഡിറ്റഡ് ആണെങ്കിൽ വിത്തിൻ 3 monthsനുള്ളിലുമാണ്. നമ്മൾ ഒരു ക്വാർട്ടർ കഴിഞ്ഞ് വിത്തിൻ 3 monthsനുള്ളിലുമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്തിന് ഇൻറ്റിമേഷൻ കിട്ടാൻ വേണം. ഇനി പറയാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഹാഫ് ഏർലി റിസൾട്ടാണ്. ഹാഫ് ഏർലി റിസൾട്ടാണ് പ്രിപ്പറേഷൻ ഓഫ് ദി ഹാഫ് ഏർലി റിസൾട്ട്. ഹാഫ് ഏർലി റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു കൊല്ലത്തിൻ്റെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ പകുതിയിലുണ്ടാവുന്ന റിസൾട്ട്, 6 മാസം കൂടുമ്പോഴുള്ള റിസൾട്ട് എങ്ങനെയാണ് നമ്മൾ, അതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിരിക്കണം. അത് ഫസ്റ്റ് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നുള്ള അപ്രൂവൽ മസ്റ്റ് ബി ഗെറ്റ് ടു ദി കമ്പനി. എന്തായാലും അത് കിട്ടണം, എന്നാലും ഹാഫ് ഏർലി റിസൾട്ട് അവർക്ക് ഇതേപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദ കോപ്പി ഓഫ് ദ റിവ്യൂ റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്തിൻ 2 months ആഫ്റ്റർ ദി ക്ലോസ് ഓഫ് ദി ഹാഫ് ഇയർ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ മാത്രമേ എന്ത് കൊടുക്കണം, ഈ കോപ്പി ഓഫ് ദി റിപ്പോർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകേണ്ടതുള്ളൂ. അതാണ് ആദ്യം അപ്രൂവൽ മേടിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ മേടിക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം, ഹാഫ് ഇയർലി കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ ഇത് ഈ ഹാഫ് ഇയർലി റിസൾട്ട് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പറയാനുള്ളത് ബുക്ക് ക്ലോഷർ നോട്ടീസാണ്. ബുക്ക് ക്ലോഷർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ, അതായത് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെയും, അതേപോലെ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എത്രയുണ്ട്, അതിൻ്റെയൊക്കെ രജിസ്റ്റർ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ബുക്ക് ക്ലോഷർ നോട്ടീസ്. ദ രജിസ്റ്റർ മെമ്പർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്റർ മസ്റ്റ് ബി ക്ലോസ്ഡ് വൺസ് ഇൻ എ ഇയർ അറ്റ് ദ ടൈം ഓഫ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ടൈമിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ രജിസ്റ്റർ മെമ്പറും ആൻഡ് ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്ററും ക്ലോസ് ചെയ്തിരിക്കണം. ഷെയർ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്ററും അതേപോലെ തന്നെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററും നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തിരിക്കണം. ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിന് മുന്നേ ആയിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ ഇത് അറിയിക്കേണ്ടത്, ക്ലോഷർ ഓഫ് സച്ച് ബുക്സ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറ്റ് ലീസ്റ്റ് 42 days ഇൻ അഡ്വാൻസ്. നമ്മുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടത് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ 42 days മുന്നേ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് ഇൻഫോം ചെയ്യണം, ഞങ്ങൾ 42 ദിവസത്തിന് മുന്നേ ആയിട്ട് അവരെ അറിയിക്കണം. കമ്പനി സ്റ്റോക്ക് രജിസ്റ്ററും അതേപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററും ക്ലോസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരെ അറിയിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്, ഇത്രയും പേരെ ഇൻറ്റിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി 7ാമത്തത് സർക്കുലേഷൻ ഓഫ് ക്ലോഷർ ഓഫ് രജിസ്റ്റേഴ്സ്. ഈ ക്ലോസ് ചെയ്ത രജിസ്റ്റേഴ്സ് സർക്കുലേറ്റ് ചെയ്യണം. സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ന്യൂസ് പേപ്പേഴ്സിൽ അറിയിക്കണം, പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുക. രജിസ്റ്റർ മെമ്പറും ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്ററും അറ്റ്ലീസ്റ്റ്
7 days നോട്ടീസ് ഇൻ സം ന്യൂസ് പേപ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് 7 ദിവസത്തെ നോട്ടീസായിട്ട് ചില ന്യൂസ് പേപ്പേഴ്സിൽ കൊടുക്കുക. പ്രത്യേകിച്ച് അവരെ ഓഫീസ് നിൽക്കുന്ന ഏത് കമ്പനിയുടെയും ഓഫീസ് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറിലാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, സർക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കുലേഷൻ ഓഫ് ക്ലോഷർ ഓഫ് രജിസ്ട്രേഷൻ ക്ലോഷർ ചെയ്യുന്ന നോട്ടീസ് അവർ സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കൊടുക്കുക. ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കൊടുക്കേണ്ടത് 21 days prior to the date ഓഫ് ജനറൽ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ 21 ദിവസം മുന്നേ ആയിട്ടാണ് ഇത് ഇൻഫോം ചെയ്യേണ്ടത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇൻഫോം ചെയ്യണം, മറ്റ് മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. അജണ്ട, ഡേറ്റ്, ടൈം, വെന്യൂ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ നടത്തുന്ന, എവരി ഇയറിലും നടത്തുന്ന, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ആനുവൽ റിപ്പോർട്ട് 6 കോപ്പി ആനുവൽ റിപ്പോർട്ട് ഉണ്ടാവണം. അതിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാവണം, ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഉണ്ടാവണം, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഉണ്ടാവും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്, അതേപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നതിൻ്റെ പാറ്റേൺ ആണ്. പിന്നെ ടോപ്പ് 50 ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഷെഡ്യൂൾ ഓഫ് ദി ഷെയർ ഹോൾഡിംഗ് കമ്പനി, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഷെഡ്യൂള്, പ്രൊസീജിയർ ഓഫ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. 10th പോയിന്റ്, ചേഞ്ചസ് ഇൻ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ഓർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇഫ് എനി ചേഞ്ചസ്, ചില സമയത്ത് നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറാറുണ്ട്, അവരുടെ മാനേജ്മെൻറ്റിലുള്ള ടീമുകൾ മാറാറുണ്ട്, അവിടുത്തെ ഡയറക്ടേഴ്സ് മാറാറുണ്ട്, പിന്നെ അവർ പുതിയത് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് ചില ഡയറക്ടേഴ്സിനെ, ചിലർ റിസൈൻ ചെയ്യാറുണ്ട്, ചിലർ അങ്ങനെയുള്ള കേസുകളിലൊക്കെ എല്ലാ ചേഞ്ചസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ദ കമ്പനി ഷുഡ് ഇൻഫോം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി ഓഫ് സച്ച് ചേഞ്ചസ്. അത്തരം ചേഞ്ചസൊക്കെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ് എന്നുള്ളതാണ് 10th ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. 11th ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതായത് കമ്പനിയുടെ കയ്യിലുള്ള ഷെയർസും അതേപോലെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസും ഇഷ്യൂ ചെയ്ത ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആസ് പെർ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ദ കമ്പനി റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഓൾ ദ shares received for registration of transfer within period of 1 month from the date of its receipt. അതായത് ആ കമ്പനി രജിസ്ട്രേഷന് വേണ്ടി പോണ സമയത്ത്, ലിസ്റ്റിങ്ങിന് പോണ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഷെയർസ് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, അത് എത്രയാണ് എന്നുള്ളത് അതിൻ്റെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കണം. അത് എപ്പോഴാണ് കൊടുക്കണം? വിത്തിൻ എ പീരീഡ് ഓഫ് 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് റെസിപ്റ്റ്. അവരുടെ റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം, ഇപ്പം ഞാനും അവിടെ ഇൻറ്റിമേഷൻ നടത്തുകയാണ്, എനിക്ക് ഇത്ര ഷെയർസ് ഉണ്ട്, അത് അത്രയും ഷെയർസ് ഉണ്ട് എന്നുള്ളത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് റിസീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ നടത്തിയ ഡീറ്റെയിൽസ് അവർ ഹോൾഡ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കുകയും വേണം. 12th പോയിന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ്. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി അവരുടെ കമ്പനിയുടെ കുറേ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ലോഡ്ജ്മെൻറ്റ് ഫോർ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ, സബ് ഡിവിഷൻ, അതേപോലെ തന്നെ കൺസോളിഡേഷൻ, റിന്യൂവൽ സർട്ടിഫിക്കറ്റ്, എക്സ്ചേഞ്ച് ഓർ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് കോൾസ് ഓർ അലോട്ട്മെൻറ്റ് മണീസ്. ഇതൊക്കെ പറഞ്ഞാൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, ഇത് ഈ കമ്പനിയുടെ കൺസോളിഡേഷൻസ്
സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒന്നോ രണ്ടോ അതിലധികമോ ഷെയർസ് കമ്പനികൾ കൂടിച്ചേർന്ന് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിൽ കൺസോളിഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് സർട്ടിഫൈ ചെയ്യുക, റിന്യൂവൽ സർട്ടിഫൈ ചെയ്യുക, ട്രാൻസ്ഫർ സർട്ടിഫൈ ചെയ്യുക, പിന്നെ എക്സ്ചേഞ്ച് ഓർ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് കോൾസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് മണീസ്, അതേപോലെ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻഡോഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെ, ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ കോൾസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് മണി, കോൾ ചെയ്തത്, അതേപോലെ അലോട്ട്മെൻറ്റ് നടത്തിയത്, എല്ലാ കാര്യങ്ങളും സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതിന് അത്തരം സർട്ടിഫിക്കറ്റിന്, അതൊക്കെ നടത്തിയാലുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആ സർട്ടിഫിക്കറ്റിന് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് എ കോപ്പി ഓഫ് സെറ്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വിത്തിൻ 24 hours ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് ഇത് കിട്ടിയ 24 മണിക്കൂറിനുള്ളിൽ ഈ കമ്പനി ഇത്തരം സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കണം. ഇതിനൊക്കെ നിങ്ങൾ എന്താ ഹെഡിങ് പഠിക്കുക, ഇത്ര ഡേയ്സിനുള്ളിൽ ഇത് ചെയ്യാമെന്ന് മാത്രം പഠിക്കുക. ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. ദെൻ 13th point, in case the company is also required to comply with the following provisions as per the SEBI Substantial Acquisition of Shares and Takeovers Regulation 1997, which is provided in the listing agreement. സെബിയുടെ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ റെഗുലേഷൻസ് 1997 പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ, പ്രൊവിഷൻസ് ഒരു കമ്പനി കംപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് വെച്ചാൽ, ഇഫ് എനി കമ്പനി റിസീവ്സ് ഇൻഫോർമേഷൻ ഫ്രം എനി ഷെയർ ഹോൾഡേഴ്സ് മെമ്പർ ദാറ്റ് ദേ ഹോൾഡ് മോർ ദാൻ 5% ഓഫ് ദി ഷെയർ ഓഫ് ദി കമ്പനി, ദെൻ സച്ച് കമ്പനീസ് ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് സച്ച് ഇൻഫോർമേഷൻ ടു ഓൾ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വിത്തിൻ 7 days ഓഫ് റിസീപ്റ്റ്. അതായത് ഏതെങ്കിലും കമ്പനി പറയുകയാണ് നമ്മളോട്, നിങ്ങളുടെ കമ്പനിയിൽ 5% കൂടുതൽ ഷെയർ എൻ്റെ കമ്പനിക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത്തരം ഇൻഫോർമേഷൻ ആ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ് വിത്തിൻ 7 days ഓഫ് റെസിപ്റ്റ്. റെസിപ്റ്റ് കിട്ടിയ 7 ദിവസത്തിനുള്ളിൽ കമ്പനി അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും പോലെയായി. 5% കൂടുതലായി ഉണ്ടെങ്കിൽ, ശരിക്കും ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ 50% കൂടുതലാണ്. പക്ഷേ ഇത് ടേക്ക് ഓവറിന് അക്വിസിഷൻ ടേക്ക് ഓവർ പോലെ ആവുമെന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ 5% കൂടുതൽ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഏത് കമ്പനിയിൽ നിന്നാണോ വാങ്ങിച്ചിട്ട് ആ കമ്പനിയിലേക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്. നിങ്ങളുടെ കമ്പനിയുടെ 5% ഷെയർ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അറിയിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ കമ്പനി എന്താ ചെയ്യേണ്ടത്? റെസിപ്റ്റ് കിട്ടിയ 7 ദിവസത്തിനകം ഇത്തരം ഇൻഫോർമേഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ്. രണ്ടാമത്തത്, എവറി ലിസ്റ്റഡ് കമ്പനി ഈസ് റിക്വയർഡ് ടു ഗിവ് ഇൻഫോർമേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആനുവലി വിത്തിൻ 30 days ഫ്രം ദി എക്സ്പയറി ഓഫ് 31st March ആസ് വെൽ ആസ് ദി റെക്കോർഡഡ് ഡേറ്റ്. ഏത് ലിസ്റ്റഡ് കമ്പനിയും ഇത്തരം ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് ലിസ്റ്റഡ് കമ്പനിയും ഈസ് റിക്വയർഡ് ടു ഗിവ് ഇൻഫോർമേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആനുവലി വിത്തിൻ 30 days. അത് 30 daysനുള്ളിൽ ഇത് അറിയിക്കേണ്ടതാണ്. ഫ്രം ദ എക്സ്പയറി ഓഫ് 31st March ആസ് വെൽ ആസ് റെക്കോർഡ് ഡേറ്റ്, അല്ലെങ്കിൽ 31st Marchനുള്ളിൽ, അല്ലെങ്കിൽ റെക്കോർഡ് ആസ് വെൽ ആസ് ദ റെക്കോർഡ് ഡേറ്റ്, അതേപോലെ റെക്കോർഡ് ഡേറ്റിനുള്ളിലും. അപ്പം നിങ്ങൾ എന്താ വിചാരിക്കണത്? ഏത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലും ഇത്രയും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ്, ആനുവലായിട്ട് അറിയിക്കേണ്ടതാണ്. ടേക്ക് ഓവറോ അല്ലെങ്കിൽ മെർജറോ അക്വിസിഷനോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ മൂന്നാമത്തെ പറയണത്, about the number of persons who hold more than 50% of the shares of the company, the holding promoters or persons having control over the company as on 31st March and changes made thereof. അതായത് ഒരു കമ്പനിയുടെ 15% ഓഫ് ദി ഷെയർസ് ഒരാൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി അത് പ്രൊമോട്ടറായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ അയാൾ ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ പേഴ്സൺസ് ഹാവിങ് കൺട്രോൾ ഓവർ ദ കമ്പനി, കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഉണ്ട്. അത് ഏത് പ്രകാരമാണ്? 31st March ആൻഡ് ചേഞ്ച് മേഡ് ദെയർ ഓഫ്. അതായത് 31st March അങ്ങനെ ഉണ്ടെങ്കിൽ 31st March അത് പ്രാബല്യത്തിലാണ് എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനിയുടെ 15% ഷെയർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് എന്തുണ്ട്, അവിടുത്തെ പ്രൊമോട്ടറാണ്, അവിടുത്തെ കൺട്രോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ലിസ്റ്റിംഗ് കമ്പനി ആകുമ്പോൾ. പിന്നെ 14th പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഓഫ് ഈവൻറ്റ്സ്. ഏത് ഇൻഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. എന്താണെന്ന് വെച്ചാൽ ലോക്കൗട്ട് ഉണ്ടെങ്കിൽ, സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ, ക്ലോഷർ ഓൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇങ്ങനത്തെ ഈവൻ്റ് ഓഫ് ഒക്കറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കമ്പനി അറിയിക്കേണ്ടതാണ്. അതാണ് ഇൻഫർമേഷൻ ഓഫ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. 15th പോയിന്റ് നോട്ടിഫൈ എനി റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഫോർഫീറ്റഡ് ഷെയർസിൻ്റെ റീഇഷ്യൂ, അതായത് കണ്ടുകെട്ടിയ ഷെയർസിന്, അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. റീഇഷ്യൂവിൻ്റെ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർസിനെ റീഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യുക. അത് പിന്നെ നോട്ടിഫൈ എനി ആക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ റിഡംഷൻ്റെ കേസ് ഉണ്ടെങ്കിൽ അത്തരം റിഡംഷൻ്റെ കേസ്, ക്യാൻസലേഷനോ റിട്ടയർമെൻറ്റ് ഓഫ് എനി സെക്യൂരിറ്റി, ഏതെങ്കിലും സെക്യൂരിറ്റി ക്യാൻസൽ ചെയ്തു പോവുക, ഏതെങ്കിലും സെക്യൂരിറ്റി റിട്ടയർമെൻ്റ് ആയി പോവുക, ഏതെങ്കിലും സെക്യൂരിറ്റി റിഡംഷൻ ക്യാൻസലായി പോവുക എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. റിഡംഷൻ ചെയ്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വാങ്ങിക്കാം, റിട്ടേൺ ബാക്കാണ്, ആ ഷെയർ തിരിച്ച് പിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നോട്ടിഫൈ ചെയ്യുക. പിന്നെ പറയാനുള്ളത് എനി അതർ നെസസറി ഇൻഫോർമേഷൻ വിച്ച് ഈസ് റിക്വയർഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഏതെങ്കിലും ഇൻഫോർമേഷൻ ആവശ്യമാണ് എങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ലിഗേഷനിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെന്താ പറഞ്ഞത്, ആനുവൽ ലിസ്റ്റിംഗ് ഫീസ്. രണ്ടാമത്തത് നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ്സ്. മൂന്നാമത്തത് പബ്ലിഷ് ഓഫ് ക്വാർട്ടേർലി റിസൾട്ട്സ്. നാലാമത്തെ അപ്രൂവൽ ഓഫ് അൺഓഡിറ്റഡ് ക്വാർട്ടേർലി റിസൾട്ട്സ്. 5 പ്രിപ്പറേഷൻ ഓഫ് ഹാഫ് ഇയർലി റിസൾട്ട്സ്. 6th one ബുക്ക് ക്ലോഷർ നോട്ടീസ്. 7th one സർക്കുലേഷൻ ഓഫ് ക്ലോഷർ ഓഫ് രജിസ്റ്റേഴ്സ്. 8th one നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ്. 9th one ആനുവൽ ജനറൽ മീറ്റിംഗ്. 10th one ചേഞ്ചസ് ഇൻ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, മാനേജ്മെൻറ്റ്. 11th one ഡീറ്റെയിൽസ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. 12th one സർട്ടിഫിക്കറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ്. അതേപോലെ 13th പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പനി റിക്വയർഡ് ടു കംപ്ലൈ ദ certain provisions relating to acquisition and mergers of the company എന്നുള്ളതാണ് 13th പോയിന്റ്. അതിൽ കുറച്ച് പോയിന്റ്സുകളുണ്ട്, അത് നിങ്ങൾ നോക്കുക. 14th പോയിന്റ് ഇൻഫോർമേഷൻ ഓഫ് ഈവൻറ്റ്സ്. 15th പോയിന്റ് നോട്ടിഫൈ എനി റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, അത് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നോട്ടിഫൈ എനി ആക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ റിഡംഷൻ. പിന്നെ ഏറ്റവും അവസാനത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻ ചോദിക്കുകയാണ്, എനി അതർ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദി കമ്പനി they will submit that information to the stock exchange. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രൊസീജിയർ ഓഫ് obligation of company to list the securities in stock exchanges. ഓക്കെ, ഇനിയും പോയിന്റ് ഉണ്ട് പ്രൊസീജിയറിൽ. ബാക്കി പ്രൊസീജിയറിൻ്റെ നെക്സ്റ്റ് പോയിന്റ്സ് വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തരുന്നതാണ്. ഓക്കെ.